കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫീൽഡ് ഓഫ് കോഷ്യൻസിനെ കുറിച്ചാണ് അല്ലേ. ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ഓഫ് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ മീൻസ് ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് ദാറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ. പിന്നെ അവിടെ എന്താ ഒരു കാര്യം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഏതൊരു ഇൻ്റഗ്രൽ ഡൊമൈൻ എടുത്താലും വി ക്യാൻ എൻലാർജ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ദാറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ടു എ ഫീൽഡ്, and the smallest field containing that integral domain is known as the field of quotient of that integral domain. Okay, now we are moving to one theorem. F be a field of quotient of D is an integral domain, and let L be any field containing D. ഞാൻ ഒരു ടേം പറഞ്ഞില്ലേ, സ്മോളസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞില്ലേ. ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഓഫ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ മീൻസ് ഇറ്റ് ഇസ് ദി സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് ദാറ്റ് ഇന്റഗ്രൽ ഡൊമൈൻ. അതിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ തിയറത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഓഫ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ ഡി ആണ്. എൽ എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. ആ ഫീൽഡിന്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഫീൽഡ് കണ്ടെയ്ൻസ് ദിസ് ഇന്റഗ്രൽ ഡൊമൈൻ ഡി. ഓക്കെ, ദെൻ ദർ എക്സിസ്റ്റ് എ മാപ്പ് psi from the field of quotient of D to the field containing D. So this is also a field and this also a field, and this is the smallest field containing D, and this also is also a field containing D, but this is the smallest field containing D. So if you define a map psi from F to L, that gives an isomorphism of F with a subfield of L. Okay, this psi can be an isomorphism with a subfield of L. Okay, such that what is the nature of that isomorphism? That isomorphism carries elements. This is the smallest field containing D. So D is contained in F, and this map carries every element in D to itself. Psi of A is equal to A for A belongs to D. Okay, so this is the theorem about field of quotients. Okay, so in this theorem first we have to show that there exists a map psi from F to L such that maps carries every element in D to itself. Also, if F is the field of quotient of D, then this F is isomorphic to a subfield of L. L is what? L is another field containing D. So what it means? It means if you prove this part, what it implies? That will imply the field of quotient of an integral domain is the smallest field containing that integral domain. Suppose there exists another field containing that integral domain, then what? The field of quotient of that integral domain D is isomorphic to a subfield of that integral domain. Sorry, subfield of that field L containing the integral domain D. Okay, അതാണ്. അപ്പോൾ ഇത് ആദ്യം ഐസോമോർഫിസം പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നോക്കും നമ്മൾ ഈ മാപ്പിംഗ്. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയിലെ എലമെൻറ്റുകളെ ഈ മാപ്പിംഗ് അതേ ആ എലമെന്റിലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കണം. അതായത് സൈ ഇസ് ആൻ ഐഡന്റിറ്റി മാപ്പ് ഓൺ ഡി. ഡിയിലോട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് ഐഡന്റിറ്റി ആയിരിക്കണം. അതായത് ഡിയിലെ എലമെന്റ്സുകളെ അതിലോട്ട് തന്നെ മാപ്പ്. അപ്പോൾ നോക്കൂ, നമ്മൾ സൈ തന്നിട്ടുള്ള ഡൊമൈനും കോഡൊമൈനൊക്കെ എഴുതി. സൈ ഓഫ് എ ഈസ് ഈക്വൽ ടു എ നമുക്ക് കിട്ടണം. ആൻഡ് ഫോർ എക്സ് ബിലോങ്സ് ടു, അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഫിക്സ് ചെയ്തു. സൈ ഓഫ് എ ഈസ് ഈക്വൽ ടു എ ഫോർ എ ബിലോങ്സ് ടു ഡി. ഡി ഇതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ആളല്ലേ. ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ആണല്ലോ. കാരണം ഇത് ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഓഫ് ഡി ആണ്. ഡി ഒരു ഇന്റഗ്രൽ ഡൊമൈൻ. നോക്കൂ, അതുപോലെ ജനറൽ ആയിട്ട് വരുന്ന ഒരു എലമെന്റിന് എക്സ് ബിലോങ്സ് ടു എഫിന്, ഇപ്പൊ എക്സ് ബിലോങ്സ് ടു എഫ് ആണെന്ന് വിചാരിക്കുക. എക്സ് ബിലോങ്സ് ടു എഫ് ആൻഡ് എക്സ് ബിലോങ്സ് ടു ഡി ആണെങ്കിൽ എന്തെന്ന് വരും? സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് തന്നെ വരും. കിട്ടിയോ? അല്ലാത്ത കേസിൽ എന്താ വരും? സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ്. നമുക്ക് എങ്ങനെ ചെയ്താൽ എക്സ് എന്ന് പറയുന്നത് ഫീൽഡ് ഓഫ് കോഷ്യൻ, ഡിയുടെ ഫീൽഡ് ഓഫ് കോഷ്യനിലെ എലമെന്റ് ആണ്. ഫീൽഡ് ഓഫ് കോഷ്യന്റെ പ്രത്യേകത എന്താ? എഫ് എന്ന് പറയുന്ന ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഓഫ് ഡി ആണെങ്കിൽ every element in F can be written as the quotient of two elements in D. So we can write this element as the quotient of, we can write this X as the quotient of two elements in D. B not equal to 0 ആയിരിക്കണം. അത് ശ്രദ്ധിച്ചാൽ മതി. കിട്ടിയോ? ഇത് കോഷ്യന്റ് അതാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്.
കിട്ടിയോ? ഇനി ബി നോട്ട് ഈക്വൽ ടു, ഇനി നമ്മൾ സൈ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് സൈ ഓഫ് ഇതാണല്ലോ, ഈസ് ഈക്വൽ ടു സൈ ഓഫ് എ കോഷ്യൻ്റ് ഓഫ് ഇതാ നോക്കൂ ഇവിടെ എല്ല്, കാരണം ഇതിലോട്ടല്ലേ മാപ്പ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ കോഷ്യൻ്റ് ഇവിടെ എല്ല് കൊടുത്തു. കിട്ടിയോ? സൈ ഓഫ് ബി കിട്ടിയല്ലോ. ഈ എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുക കോഷ്യൻ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ഇത് എവിടുത്തെ എലമെൻ്റ് ആണ്? എഫിലെ എലമെൻ്റ് ആണ്, അപ്പോൾ എഫ് കൊടുത്തു. ഇത് എവിടുത്തെ എലമെൻ്റ് ആണ്? എല്ലിലെ എലമെൻ്റ് ആണ്, അപ്പോൾ എല്ല് കൊടുത്തു. കിട്ടിയോ? അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് പറയണേ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ദിസ് ഈസ് an isomorphism. This psi is an isomorphism from F onto a subfield of L. Not onto the whole L. It is isomorphic to a subfield of L. F is isomorphic to a subfield of L. അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുകയാണ്. Field of quotient means it is the smallest field containing that integral domain. If there exists another field containing that integral domain, then that field contains the field of quotient of that integral domain. ഓക്കെ, അപ്പോൾ ആ സ്മോളസ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം. അപ്പോൾ നോക്കൂ, സൈ ഇസ് ദി ഐഡന്റിറ്റി മാപ്പ് ഓൺ ഡി ഇത് പ്രകാരം അല്ലേ. ഫോർ ബി നോട്ട് ഈക്വൽ ടു 0 സൈ ഓഫ് ബി, നമുക്ക് ഇത് ഡിഫൈൻഡ് ആണോ നോക്കണ്ടേ ആദ്യം. അപ്പോൾ നോക്കൂ, ഇവിടെ ഇത് 0 അല്ലാന്ന് കാണിക്കണം ഡിനോമിനേറ്ററിൽ അല്ലേ. കോഷ്യന്റിലെ ഡിനോമിനേറ്റർ 0 അല്ല. നോക്കൂ, സൈ ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നുണ്ടോ? എങ്ങനെ കിട്ടുന്നത്? ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ബി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് സൈ ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ബി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് സൈ ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം സൈ ഓഫ് ബി എന്താ? സൈ ഓഫ് ബി എന്താ? ബി എന്ന് പറഞ്ഞാൽ എവിടുത്തെ എലമെന്റ് ആണ്? ഡിയിലെ എലമെന്റ് ആണ്. ബി എന്ന് പറയുന്നത് ഡിയിലെ എലമെന്റ് ആണ് അല്ലേ. സൈ ഡിയിലെ എലമെന്റുകളെ എങ്ങോട്ട് മാപ്പ് ചെയ്യിക്കും? അതിലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കും. അപ്പൊ സൈ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? സൈ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഈക്വൽ ടു 0. സോ സൈ ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സൈ ഓഫ് ബി ഇസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. സോ ഡിഫൈൻഡ് ആണ് അല്ലേ. ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കൂ, നമ്മൾ ചെയ്യാൻ പോകുന്നത് വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കണം. വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യുക? വെൽ ഡിഫൈൻഡ് ആണ് എലമെന്റ്സ് ഈക്വൽ ആണെങ്കിൽ ഇമേജസും ഈക്വൽ ആണ്. 1 1 ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യുക? ഇമേജസ് ഈക്വൽ ആണെങ്കിൽ എലമെന്റ്സ് തിരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എലമെന്റ്സ് ഈക്വൽ ആണെന്ന് എടുത്തു, അതായത് എഫിലെ 2 എലമെന്റ്സ് എടുത്തു, അത് രണ്ടും ഈക്വൽ ആണെന്ന് എടുത്തു. കിട്ടിയോ? ഇനി ഇതെപ്പോഴാണ് ഈക്വൽ ആണെന്ന് എപ്പോഴാണ് പറയുക? ഇത് ആക്ച്വലി എഫിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എന്താ? ഈക്വലൻസ് ക്ലാസ്. ഇത് ഏതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇതിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അതിന് വേറൊരു രീതിയിൽ അവർ പറഞ്ഞാണ് ഈക്വലൻസ് ക്ലാസ് എ ബി അല്ലേ. അപ്പോൾ ഈക്വലൻസ് ക്ലാസ് എ ബി ഇസ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് സി ഡി ആണ് ഈ തന്നിട്ടുള്ളത്. എപ്പോഴാണ് 2 ഈക്വലൻസ് ക്ലാസ് ഈക്വലാന്ന് പറയുക? ഒന്നുമില്ല, ഇയാള് ഈ എലമെന്റ് മറ്റേ ഈക്വലൻസ് ക്ലാസ്സിൽ കണ്ടെയ്ൻ ചെയ്ത് ബിലോങ് ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ച് അല്ലേ. അപ്പോൾ എന്താ? എ ബി ഈക്വൽ ടു സി ഡി എന്നല്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ എ ബി ബിലോങ്സ് ടു സി ഡി, അല്ലെങ്കിൽ സി ഡി ബിലോങ്സ് ടു ഈക്വലൻസ് ക്ലാസ് എ ബി. രണ്ടായാലും എപ്പോഴാണ് പറയാൻ പറ്റുക? ഇത് രണ്ടും റിലേറ്റഡ് ആണെങ്കിൽ എപ്പോഴാണ് അപ്പോൾ എ ബി റിലേറ്റഡ് ടു സി ഡി ആവണം അല്ലേ. എ ബി റിലേറ്റഡ് ടു സി ഡി, ആ റിലേഷൻ്റെ ഇത് പ്രകാരം നമുക്ക് എപ്പോഴും എ ബി റിലേറ്റഡ് ടു സി ഡി, എ ഡി ഈക്വൽ ടു ബി സി ആവുന്ന സമയത്തിൽ അല്ലേ. എ ഡി ഈക്വൽ ടു ബി സി. നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? മാപ്പിംഗ് ഇസ് വെൽ ഡിഫൈൻഡ്. അപ്പോൾ എ ഡി ഈക്വൽ ടു ബി സി ആണെങ്കിൽ, എ ഡി ഈക്വൽ ടു ബി സി ആണെങ്കിൽ 2 സൈഡ് സൈ എടുത്തു. കിട്ടിയോ? സൈ ഓഫ് എ ഡി അല്ലേ. എ ഡി ഈക്വൽ ടു ബി സി എന്ന് കിട്ടി അല്ലേ. സൈ ഓഫ് എ ഡി എന്ന് പറഞ്ഞാൽ എന്താ? എ ഡി തന്നെയാണ്. കാരണം എ ഡി എന്ന് പറഞ്ഞാൽ എവിടുത്തെ എലമെന്റ് ആണ്? എ ഡി ബിലോങ്സ് ടു ഇന്റഗ്രൽ ഡൊമൈൻ ഡി ആണ്. ബി സി ബിലോങ്സ് ടു ഡി ആണ് അല്ലേ. സൈയുടെ പ്രത്യേകത എന്താ? സൈ ഓഫ് എ ഇസ് ഈക്വൽ ടു എ ഫോർ എവറി എ ബിലോങ്സ് ടു ഡി ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ സൈ ഓഫ് എ ഡി എന്ന് പറഞ്ഞാൽ എന്താ? സൈ ഓഫ് എ ഡി എന്ന് പറഞ്ഞാൽ എ ഡി വരും അല്ലേ. അതുപോലെ സൈ ഓഫ് ബി സി എന്ന് പറഞ്ഞാലോ ബി സി വരും. പക്ഷെ ഇത് രണ്ടെണ്ണം എന്താന്ന് കിട്ടിയിട്ടുണ്ട്? എ ഡി ഈക്വൽ ടു ബി സി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്നു? സൈ ഓഫ് എ ഡി ഈക്വൽ ടു സൈ ഓഫ് ബി സി അല്ലേ. ഇനി നമുക്ക് സൈ ഓഫ് എ ഡി എന്ന് പറഞ്ഞാൽ എന്താ വന്ന്? സൈ ഓഫ് എ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം? സൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? സൈ ഓഫ് എ ഡി നമുക്ക് വേണമെങ്കിൽ സൈ ഓഫ് എ ഇൻറ്റു ഡിയിലെ ഇതായതുകൊണ്ട് സൈ ഓഫ് എ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ? സൈ ഓഫ് എ ഡി എന്ന് പറഞ്ഞാൽ എ ഡി തന്നെയാണ്. ഇനി ഈ എ ഡിയെ നമുക്ക് എങ്ങനെ എഴുതാം? സൈ ഓഫ് എ ഇൻറ്റു സൈ ഓഫ് ഡി എന്ന് എഴുതാം
അല്ലേ? സൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ആണ്, സൈ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡി ആണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ഒരു സ്റ്റെപ്പ് മിസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ലേ? അപ്പോൾ സൈ ഓഫ് എ ഇൻറ്റു സൈ ഓഫ് ഡി, അല്ലെങ്കിൽ ഇതില്ലാണ്ട് കൊടുത്താലും മതി. ഇതില്ലാണ്ട് ഒഴിവാക്കിയിട്ട് എ ഡി ഈക്വൽ ടു ബി സി ഇംപ്ലൈസ് psi of A into psi of D since A, B, C, D belongs to D. കിട്ടിയോ? അതായാലും മതി, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, ഇനി റിലേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം റിലേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എ ഡി ഈക്വൽ ടു ബി സി. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഈക്വലൻസ് ക്ലാസ് എ ബി ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് സി ഡി എന്നല്ലേ പറയുന്നത്? ഇങ്ങനെ കിട്ടിയാലോ. അപ്പോൾ ഇവിടെ എക്കും ബിക്കും പകരം ആരാ വന്നത്? എ ഡി ഈക്വൽ ടു ബി സി. അപ്പോൾ ഇവിടെ ആരാ വന്നിട്ടുള്ളത്? സൈ ഓഫ് എന്തെന്ന് പറയാം? ഈക്വലൻസ് ക്ലാസ് ഏതാ വരിക? സൈ ഓഫ് എ. ഇത് എക്ക് പകരം സൈ ഓഫ് എ, ഡിക്ക് പകരം സൈ ഓഫ് ഡി, ബി. അപ്പോൾ സൈ ഓഫ് എ ആക്ച്വലി ഇതാണ് വരുന്നത്. ഈക്വലൻസ് ക്ലാസ് സൈ ഓഫ് എ കോമ സൈ ഓഫ് ബി ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് അല്ലേ? ഈക്വലൻസ് ക്ലാസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് പറയാം? ഇവിടെ എന്ത് പറയാം? ഇത് ഡെഫിനിഷൻ പ്രകാരം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സൈ ഓഫ് എ ദ കോഷ്യന്റ് സൈ ഓഫ് എ, സൈ ഓഫ് ബി എന്ന് പറയുന്നത് എന്താ? സൈ ഓഫ് എ കോഷ്യൻ എ ഡിവൈഡഡ് ബൈ ബി ആണ് അല്ലേ? അപ്പോൾ അത് കൊടുത്തൂടെ? അപ്പോൾ എന്തെന്ന് തോന്നുന്നു? ഇത് രണ്ടെണ്ണം എലമെന്റ്സ് ഈക്വൽ ആണെങ്കിൽ ഇമേജസും ഈക്വൽ ആണ്. സൈ എ വെൽ ഡിഫൈൻഡ് ആയി. ഇനി എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? സൈ ഇസ് എ ഹോമോമോർഫിസം. ഹോമോമോർഫിസം എന്ന് പറയുമ്പോൾ ഇവിടെ റിംഗ് ഹോമോമോർഫിസം വരുന്നത്. റിംഗ് ഹോമോമോർഫിസത്തിന് രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് വെരിഫൈ ചെയ്യണം അല്ലെ? അഡീഷൻ വിത്ത് റെസ്പെക്റ്റും മൾട്ടിപ്ലിക്കേഷൻ വിത്ത് റെസ്പെക്റ്റും. അതായത് സൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഇൻറ്റു സൈ ഓഫ് വൈ എന്നും, അതുപോലെ സൈ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു, അത് രണ്ടും നമുക്ക് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അഡീഷൻ നിങ്ങൾ ഇതുപോലെ വെരിഫൈ ചെയ്യാം. അപ്പോൾ കേട്ടോ, അപ്പോൾ എക്സും വൈയും എഫിൽ എലമെന്റ് എടുത്തു. എഫിൽ എലമെന്റുകളുടെ ഫോം എന്താണെന്ന് അറിയാം. സിൻസ് എഫ് ഇസ് ദി ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഓഫ് ഡി, എവറി എലമെന്റ് ഇൻ എഫ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി കോഷ്യന്റ് ഓഫ് ടു എലമെന്റ്സ് ഇൻ ഡി. കിട്ടിയോ? അപ്പോൾ അത് എഴുതി. എക്സ് വൈ എങ്ങനെ എഴുതി? ഇനി നമുക്ക് ഡെഫിനിഷൻ ഈക്വലൻസ് ക്ലാസ്. ആക്ച്വലി ഞാൻ പറഞ്ഞു ഇതെന്താന്ന് പറഞ്ഞു. ദിസ് ഈസ് ഈക്വൽ ടു ഈക്വലൻസ് ക്ലാസ് എ ബി ഈക്വലൻസ് ക്ലാസ് സി ഡി അല്ലേ? ഇനി ഈക്വലൻസ് ക്ലാസ്സുകളുടെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അത് വെൽ ഡിഫൈൻഡ് ആണെന്നും പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ വരണമെന്നുള്ളത് കിട്ടി. സൈ എടുത്തു. ഇനി ഡെഫിനിഷൻ പ്രകാരം ഇതെന്താ വരിക അറിയാലോ. ഇനി അപ്പോൾ ഇത് കിട്ടി നമുക്ക്. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. സൈ ഓഫ് എക്സ് ഇൻറ്റു രണ്ട് സൈഡ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. സൈ ഓഫ് എക്സ് ഇൻറ്റു സൈ ഓഫ് വൈ. ഇവിടെയും ഇതുപോലെ ഈക്വലൻസ് ക്ലാസ്സുകളുടെ മൾട്ടിപ്ലിക്കേഷൻ നേരത്തെ എന്താ അപ്ലൈ ചെയ്യുന്ന? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഒരു തിയറം നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു കേട്ടോ. ഈക്വലൻസ് ക്ലാസ് കേട്ടോ. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടണമെന്ന് മനസ്സിലായില്ലേ? ഇനി സൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? എ ആണ്. സൈ ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താ? സി ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? സൈ ഓഫ് എ സി എന്ന് പറഞ്ഞാൽ എന്താ? എ സി ആണ്. കാരണം ഇത് ഡിയിലെ എലമെന്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതും ഈക്വൽ അല്ലേ? അപ്പോൾ സൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഇൻറ്റു, അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹോമോമോർഫിസം പ്രോപ്പർട്ടി വെരിഫൈ ചെയ്തു. അഡീഷൻ വിത്ത് റെസ്പെക്ട് ടു ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യുക? ഇമേജസ് ഈക്വൽ ആണെന്ന് എടുത്തു അല്ലേ? ഇമേജസ് ഈക്വൽ ആണെന്ന് എടുക്കുമ്പോൾ നമുക്ക് ആ ഡെഫിനിഷൻ മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. ഇത് 1 ആണേ, F1 വായിക്കരുത് കേട്ടോ. 1 ആണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കൂ, ഇത് 1 1 ആണെന്ന് കിട്ടി. ഇനി ഓൺ ടു കിട്ടണ്ടേ? ഓൺ ടു എ സബ് ഫീൽഡ് ഓഫ് എൽ എന്നാണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ നോക്കൂ, നമുക്ക് എന്ത് എടുക്കാം? എ ബിലോങ്സ് ടു ഡി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ വന്നത്? സൈ ഓഫ് എ അറിയാം. സൈ ഓഫ് എ നമുക്ക് എങ്ങനെ എഴുതാം? സൈ ഓഫ് എ എന്നുള്ളതിന് എന്താ എഴുതാം? എ നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ 1 എഴുതി കൂടെ? ഇതാ ഡെഫിനേഷൻ പ്രകാരം അത് ഈസ് ഈക്വൽ ടു നമുക്കതെല്ലാം പ്രൂവ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കൂടെ പ്രൂവ് ചെയ്യണം. സൈ ഓഫ് എ ഈസ് ഈക്വൽ ടു എ ഫോർ എ ബിലോങ്സ് ടു ഡി. അതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എ ബിലോങ്സ് ടു ഡി ആണെങ്കിൽ എ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു 1 എഴുതാം. ഡി ഒരു ഇന്റഗ്രൽ ഡൊമൈൻ അല്ലേ? ഇറ്റ് ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റ് വിത്തൗട്ട് സീറോ ഡിവൈസസ് അല്ലേ? ഇനി എ നമുക്ക് എ ബൈ ഇതിങ്ങനെ എഴുതി കൂടെ? അപ്പോൾ അത് എഫിലെ എലമെന്റ് ആയി. എഫിലെ എലമെന്റ് ആണെങ്കിൽ സൈ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നറിയാം കേട്ടോ. അപ്പോൾ അതും കൂടെ പ്രൂവ് ചെയ്തു. പിന്നെ ഇത് ഐസോമോർഫിസം ഓഫ് എഫ്. നമ്മളിപ്പോൾ സൈ എടുത്തിട്ടുള്ളത്
എഫിൽ നിന്ന് എല്ലിലോട്ടാണ് അല്ലേ? അപ്പോൾ ബാക്കി നമ്മളത് 1 പ്രൂവ് ചെയ്തു, ഹോമോമോർഫിസം പ്രോപ്പർട്ടി വെരിഫൈ ചെയ്തു, ഈ പ്രോപ്പർട്ടി ചെയ്തു അല്ലേ? നമുക്ക് പക്ഷെ ഇത് ഓൺ ടു കിട്ടണമെങ്കിൽ നോക്കൂ, ഓൺ ടു കൂടെ കിട്ടിയാൽ ഐസോമോർഫിസ് ആയി. ഇത് രണ്ടെണ്ണം ഐസോമോർഫിക് ആവും. പക്ഷെ ഇവിടെ ഓൺ ടു ഇതിൽ ഏതൊരു എലമെന്റ് എടുത്താലും പ്രീ ഇമേജ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്ത്, ഇതിനെ നമുക്ക് സൈയെ നമുക്ക് കോഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്യുക. എങ്ങോട്ട് റെസ്ട്രിക്ട് ചെയ്യും? ഇമേജ് സെറ്റിലോട്ട് റെസ്ട്രിക്ട് ചെയ്യുക. സൈ ഓഫ് എഫിലെ എലമെന്റിലോട്ട് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അല്ലേ, ഇതിൽ എലമെന്റുകളുടെ ഫോം നിങ്ങൾക്കറിയാലോ. സൈ ഓഫ് എ, സൈ ഓഫ് ബി, സൈ ഓഫ് ബി ഇത് പർട്ടിക്കുലർ കേസാണല്ലോ. സൈ ഓഫ് എ കോഷ്യന്റ് വിത്ത് റെസ്പെക്ട് എല്, സൈ ഓഫ് എ സൈ ഓഫ് ബി ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ഡിവൈഡഡ് ബൈ ബി എഫിലുണ്ടാവും അല്ലേ? അപ്പോൾ ഇമേജ് സെറ്റിലോട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓൺ ടു കൂടെ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇതൊരു ഐസോമോർഫിസം ആവും. എങ്ങനെയാണെങ്കിൽ എഫ് ടു സൈ ഓഫ് എഫ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എഫ് ഈസ് ഐസോമോർഫിക് ടു. ഈ സൈ ഓഫ് എഫ് എന്ന് പറയുന്ന ആരാ, ഇങ്ങനെ ആരിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടോ? എല്ലില് അല്ലേ? എഫ് ഒരു ഫീൽഡാണ്. അപ്പോൾ ഇതൊരു ഹോമോമോർഫിസം ആണ്. സൈ ഓഫ് എഫും എന്തായിരിക്കും? ഫീൽഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് കണ്ടെയ്ൻഡ് ഇൻ എല്ലോ ആണ്. സോ ഇറ്റ് ഇസ് എ സബ് ഫീൽഡ് ഓഫ് എൽ. സോ എഫ് ഈസ് ഐസോമോർഫിക് ടു എ സബ് ഫീൽഡ് ഓഫ് എൽ. അതുകൊണ്ടാണ് എഫ് ഫീൽഡ് ഓഫ് കോഷ്യന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആ തിയറത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എവറി ഫീൽഡ് എൽ കണ്ടെയ്നിങ് ആൻ ഇന്റഗ്രൽ ഡൊമെയിൻ കണ്ടെയ്ൻസ് ദി ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഓഫ് ടി. ഇപ്പൊ ക്യൂ എന്ന് സെഡ് എന്ന് പറയുന്ന ഒരു ഇന്റഗ്രൽ ഡൊമെയിൻ അല്ലേ? സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡുകൾ ആരൊക്കെയാണ്? ക്യൂ കണ്ടെയ്ൻ ചെയ്യും, ആർ കണ്ടെയ്ൻ ചെയ്യും, സി കണ്ടെയ്ൻ ചെയ്യും. ആർ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, സി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇതെല്ലാം സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡുകളാണ്. അപ്പൊ സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡുകൾ അതിന്റെ ഫീൽഡ് ഓഫ് കോഷ്യന്റിനെയും കണ്ടെയ്ൻ ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു ഇന്റഗ്രൽ ഡൊമൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡുകൾ ആ ഇന്റഗ്രൽ ഡൊമൈനിന്റെ ഫീൽഡ് ഓഫ് കോഷ്യന്റിനെയും കണ്ടെയ്ൻ ചെയ്യും. ഇപ്പൊ നോക്കൂ, സെഡിന്റെ ഫീൽഡ് ഓഫ് കോഷ്യന്റ് ആരാ? ക്യൂ ആണ് അല്ലെ? ഈ ഞാൻ പറഞ്ഞിട്ടുള്ള സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കുറച്ച് ഫീൽഡ് ഞാൻ പറഞ്ഞു, ആർ, സി എല്ലാം പറഞ്ഞില്ലേ അല്ലെ? ഈ ഫീൽഡുകളുടെ എല്ലാം പ്രത്യേകത എന്താ? ഈ ആളുകളെല്ലാം ഈ ക്യൂവിനെ കണ്ടെയ്ൻ ചെയ്യില്ലേ? അതാണ് പറഞ്ഞിട്ടുള്ളത്. എവറി ഫീൽഡ് എൽ കണ്ടെയ്നിങ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ കണ്ടെയ്ൻസ് എ ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഓഫ് ദാറ്റ് ഇന്റഗ്രൽ ഡൊമൈൻ. ഇതാണ് കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് തൊട്ട് മുൻപ് പ്രൂവ് ചെയ്തിട്ടുള്ള തിയറം പ്രകാരം സൈ ഓഫ് എഫ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. സൈ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ സബ് ഫീൽഡ് ഓഫ് എൽ എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ എവറി എലമെന്റ് ഇൻ സൈ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? സൈ ഓഫ് എഫിൽ എലമെന്റുകളുടെ കോഷ്യന്റ് ഓഫ് സൈ ഓഫ് എഫ് ഇസ് എ കോഷ്യന്റ് ഇൻ എൽ ഓഫ് 2 എലമെന്റ്സ് ഇൻ ഡി അല്ലേ? സൈ ഓഫ് എ ആണ്, സൈ ഓഫ് ബി ആണ്. അപ്പോൾ 2 എലമെന്റ്സ് ഇൻ ഡി. അപ്പൊ എവറി എലമെന്റ് ഇൻ സൈ ഓഫ് എഫ് ഇസ് എ കോഷ്യന്റ് ഇൻ എൽ ഓഫ് 2 എലമെന്റ്സ് ഇൻ ഡി. അത് ഡെഫിനിഷൻ പ്രകാരം സൈ ഓഫ് ഇത് പറഞ്ഞില്ലേ? ഇതെങ്ങനെ ഡിഫൈൻ ചെയ്തില്ലേ? അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് സൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ആണ്. എ ബിലോങ്സ് ടു ഡി ആയതുകൊണ്ട് അതാണ് പറഞ്ഞിട്ടുള്ളത്. എവറി എലമെന്റ് ഇൻ സൈ ഓഫ് എഫ് ഇസ് എ കോഷ്യന്റ് ഇൻ എൽ ഓഫ് 2 എലമെന്റ്സ് ഇൻ ഡി. കിട്ടിയോ? അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തെന്ന് വന്നു? സൈ ഓഫ് എഫ്. അപ്പൊ എവറി എലമെന്റ് ഇൻ സൈ ഓഫ് എഫ് ഇസ് എ കോഷ്യന്റ് ഓഫ് 2 എലമെന്റ്സ് ഇൻ ഡി എന്ന് പറഞ്ഞാൽ എന്താ? സൈ ഓഫ് എഫ് ഇസ് എ ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഓഫ് ഡി. ആൻഡ് സൈ ഓഫ് എഫ് എവിടെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? എല്ലിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അതാണ് എവറി ഫീൽഡ് എൽ കണ്ടെയ്നിങ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ കണ്ടെയ്ൻസ് എ ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഓഫ് ഡി. കിട്ടിയോ? എഫ് ഫീൽഡ് ഓഫ് കോഷ്യന്റ് ആണ്. സൈ ഓഫ് എഫും എന്താണ്? എല്ല് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഡിയുടെ ഫീൽഡ് ഓഫ് കോഷ്യന്റ് ആണ്. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഏത് രണ്ട് ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഒരു ഇന്റഗ്രൽ ഡൊമൈനിന്റെ കൺസിഡർ ചെയ്താലും അത് ഐസോമോർഫിക് ആണെന്നാണ് പറയുന്നത്. കിട്ടിയോ? ഫീൽഡ് ഓഫ് കോഷ്യന്റ്, ഒരു ഇന്റഗ്രൽ ഡൊമൈനിന്റെ ഫീൽഡ് ഓഫ് കോഷ്യന്റ് രണ്ടാളെടുത്തു കഴിഞ്ഞാൽ രണ്ടും ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എഫും ജിയും ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഓഫ് ദി ഇന്റഗ്രൽ ഡൊമൈൻ ഡി ആയിട്ട് എടുത്തു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? എഫ് ഇസ് ഐസോമോർഫിക് ടു ജി എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്.
അപ്പോൾ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത പ്രകാരം ജി എന്ന് പറയുന്ന ഫീൽഡ് ഓഫ് കോഷ്യന്റ് ഓഫ് ഡി ആയതുകൊണ്ട് എവറി എലമെന്റ് ഇൻ ദ ഡെഫിനിഷൻ ജി ഇസ് എ കോഷ്യന്റ് ഓഫ് 2 elements ഇൻ ഡി. അത് ഡെഫിനിഷൻ. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ജി ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് എക്സ് എവറി എലമെന്റ് ഇൻ ജി ഇസ് എ കോഷ്യന്റ് ഓഫ് 2 elements ഇൻ ഡി. അപ്പോൾ നമുക്ക് എക്സിനെ എങ്ങനെ എഴുതാം അല്ലേ? എക്സിനെ ഇങ്ങനെ എഴുതി അല്ലേ? സൈ ഓഫ് എ കോഷ്യന്റെ എല് സൈ ഓഫ് ബി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ആ തീറത്തിലെ പ്രകാരം. എക്സ് ഇസ് ഈക്വൽ ടു എല്. അവിടെ എല്ലായിരുന്നു. നിങ്ങൾക്ക് അയച്ചെന്ന നോട്ടിൽ ചിലപ്പോൾ ഞാൻ എല്ലിട്ടുണ്ടാവും കേട്ടോ. അത് ഇതൊന്ന് ജി ആക്കിയിട്ടൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. സൈ ഓഫ് എ ആണ്, സൈ ഓഫ് ബി ആണ് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം എയും ബിയും ഡിയിലെ എലമെന്റ് ആണ്. സൈ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അറിയാമല്ലോ, നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമ്മൾ ഇതെല്ലാം ആ തീറത്തിൽ ഡിഫൈൻ ചെയ്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തൊട്ട് മുൻപ് പ്രൂവ് ചെയ്തിട്ടുള്ള തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി ആരോട് ഈക്വലാ? സൈ ഓഫ് എഫിനോട് ഈക്വലാണ്. തൊട്ട് മുൻപ് തിയറം നമ്മൾ പ്രൂവ് ചെയ്തല്ലോ, കിട്ടിയോ? ജി സൈ ഓഫ് എഫിനോട് ഈക്വലാണ്. അപ്പൊ ജി സൈ ഓഫ് എഫിനോട് ഈക്വൽ ആണ്. എഫ് ആരോട് ഐസോമോർഫിക് ആയിരുന്നു? സൈ ഓഫ് എഫിനോട് ഐസോമോർഫിക് ആയിരുന്നു അല്ലെ? എഫ് ഐസോമോർഫിക് ടു സൈ ഓഫ് എഫ്. തൊട്ട് മുൻപ് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? എഫ് ഇസ് ഐസോമോർഫിക് ടു സൈ ഓഫ് എഫ്. പ്രൂവ് ചെയ്തില്ലേ? കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ എഫ് ഐസോമോർഫിക് ടു സൈ ഓഫ് എഫ് ആണ്. സൈ ഓഫ് എഫ് ആരാന്ന് കിട്ടിയിട്ടുണ്ട്? ഇവിടെ ജി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എഫ് അത് വിട്ടുപോയില്ലേ? എഫ് ഐസോമോർഫിക് ടു ജി ആണെന്ന് പറയാം. എഫ് ഐസോമോർഫിക് ടു ജി ആണെന്ന് പറയാം കേട്ടോ. അപ്പൊ ഏത് ഒരേ ഇന്റഗ്രൽ ഡൊമൈൻ്റെ ഡി എന്ന് പറയുന്ന ഇന്റഗ്രൽ ഡൊമൈനിന്റെ 2 ഫീൽഡ് ഓഫ് കോഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും എന്തായിരിക്കും? ഐസോമോർഫിക് ആയിരിക്കും. കിട്ടിയല്ലോ?